വിദേശ നിക്ഷേപം ഇടത് സർക്കാരിന്റെ നേട്ടമെന്ന് പാർട്ടി പത്രത്തിൽ വന്നതിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മറ്റുള്ള കാര്യങ്ങൾ അറിയിക്കാതെ വാർത്ത എഴുതിക്കൊടുത്താൽ വരുമെന്നും അത് പത്രത്തിന്റെ നയമാകില്ല എന്നുമായിരുന്നു പിണറായിയുടെ മറുപടി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ നിക്ഷേപം ഇടത് സർക്കാരിന്റെ നേട്ടമെന്ന് പാർട്ടി മുഖപത്രത്തിൽ വന്നിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അത് നിങ്ങളെപ്പോലുള്ള ലേഖകർ എഴുതുന്നതല്ലേ എന്നായിരുന്നു പിണറായിയുടെ മറുപടി. മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താൽ അത് പത്രത്തിൽ വരില്ലേ? അത് പത്രത്തിന്റെ നയമാകുമോ? പാർട്ടി പത്രമായാലും അതാണ് സംഭവിക്കുക. ലേഖകൻ എഴുതി കൊടുത്തു, പത്രത്തിൽ വന്നു, അത്രേ ഉള്ളൂവെന്നായിരുന്നു പിണറായിയുടെ മറുപടി. പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ വഴിത്തിരിവ്. 13കാരിയുടെ മൊഴി പൂർണ്ണമായും കളവെന്ന നിഗമനത്തിൽ പോലീസ്. കളവ് പറയാൻ കാരണം പ്രണയ നൈരാശ്യമാണെന്ന് പോലീസ് കണ്ടെത്തൽ. സഹപാഠിയുമായി ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യത്തിൽ കെട്ടിച്ചമച്ച കഥയെന്നാണ് പോലീസ് പറയുന്നത്. സഹപാഠി ഉൾപ്പെടെ ഉപദ്രവിച്ചെന്നായിരുന്നു കൗൺസിലിംഗിൽ പറഞ്ഞത്. പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധനയാണ് കേസന്വേഷണത്തിൽ വഴിത്തിരിവായത്. വൈദ്യപരിശോധനയിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ലെന്ന് തെളിഞ്ഞിരുന്നു. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പേരെ ഇന്നലെ വൈകിട്ട് വിട്ടയച്ചു. കൊടുവള്ളിയിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. കൊടുവള്ളി വലിയപറമ്പ് സ്വദേശി പ്രസാദാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. മദ്യലഹരിയിലാണ് പ്രമോദ് കൊല നടത്തിയതെന്ന് പോലീസ് പറയുന്നു. കൊടുവള്ളിയിലെ വീട്ടിൽ പ്രസാദും പ്രമോദും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ സ്വത്ത് തർക്കമുണ്ടായിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തർക്കത്തിലേർപ്പെട്ടു. ഇതിനിടെയാണ് പ്രമോദ് പ്രസാദിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. തൊട്ടുപിന്നാലെ പോലീസ് സ്ഥലത്തെത്തുകയും പ്രമോദിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ക്രൗഡ് ഫണ്ടിങ്ങിന്റെ കണക്ക് അവതരിപ്പിക്കാത്തതിൽ കടുത്ത വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ നിയമസഹായ സമിതി യോഗം ഇന്ന് ചേരും. വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച നോട്ടീസ് നിയമസഹായ സമിതി പുറത്തിറക്കി. ഇന്ന് വൈകിട്ട് 3 മണിക്ക് കാലിക്കറ്റ് ഗേറ്റ് ഓഡിറ്റോറിയത്തിലാണ് യോഗം. ക്രൗഡ് ഫണ്ടിങ്ങിന്റെ കണക്ക് അവതരിപ്പിക്കാത്തതിൽ നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലായിരുന്നു വിമർശനം. മോചനദ്രവ്യം നൽകിയതിനു ശേഷമുള്ള 10 കോടി രൂപയാണ്. അത് എന്ത് ചെയ്യണമെന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നായിരുന്നു വിമർശനം. എന്നാൽ അധികമായി പിരിച്ച തുക ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് നിയമസഹായ സമിതി അറിയിച്ചിരുന്നു. ഊരാളുങ്കലിന് ടെൻഡറില്ലാതെ കരാർ. അവകാശം പുതുക്കി നൽകി സർക്കാർ. ടെൻഡറില്ലാതെ സർക്കാർ പദ്ധതികളുടെ കരാർ ഏറ്റെടുക്കുന്നതിനുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അടക്കമുള്ള ഏജൻസികളുടെ അവകാശം പുതുക്കി നൽകി ധനവകുപ്പ്. ടെൻഡർ നടപടികളിൽ ഇളവ് വരുത്തി. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകുന്നതിനെ പ്രതിപക്ഷത്തിരിക്കെ UDF വിമർശിച്ചിരുന്നു. എന്നാൽ 46 അക്രഡിറ്റർ കരാർ ഏജൻസികൾക്ക് അവകാശം പുതുക്കി നൽകിയ കൂട്ടത്തിൽ ഊരാളുങ്കലിനെയും ഉൾപ്പെടുത്തി ധനവകുപ്പ് ഉത്തരവിറക്കി. ഇതിന് 40 ഏജൻസികളും സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്.